അന്തർ സംസ്ഥാന ചന്ദനക്കടത്ത് സംഘത്തെ പിടികൂടി ആന്ധ്ര പോലീസ്. വിപണിയിൽ 5 കോടി രൂപയോളം വില വരുന്ന 4.5 ടൺ രക്തചന്ദനമാണ് പിടികൂടിയത്. ആന്ധ്രാപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് രക്തചന്ദനം പിടിച്ചെടുത്തത്. കെ വി ശ്രീധരൻ വരുന്നുണ്ട്. പുഷ്പയുടെ തീം യാഥാർത്ഥ്യമാക്കിയതാണെന്ന് തോന്നുന്നു. ശ്രീധരൻ, ആരാണ് ഈ പുഷ്പരാജ്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ പുഷ്പ സിനിമയ്ക്ക് സമാനമായിട്ടുള്ള ഒരു കവർച്ച തന്നെയാണ്, അല്ലെങ്കിൽ അന്തർ സംസ്ഥാന ചന്ദനക്കടത്ത് മാഫിയയാണ് പിടിയിലായിരിക്കുന്നത്. അതായത് തിരുപ്പതി മേഖലയിൽ നിന്നാണ് ഈ ചന്ദനം മുറിച്ച് കടത്തിയത്. ഇതിനെ തുടർന്ന് പോലീസിന്റെ പ്രത്യേകിച്ച് ഈ ചന്ദന മോഷണമൊക്കെ അന്വേഷിക്കുന്നതിന് പ്രത്യേക സ്ക്വാഡ് ആന്ധ്ര പോലീസിലുണ്ട്. പോലീസും ഫോറസ്റ്റും ഒക്കെ ചേർന്ന് സംയുക്തമായി അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്നാണ് ഈ ആന്ധ്രാപ്രദേശിലെ തന്നെ ഈ അന്തർ സംസ്ഥാന സംഘം, ചന്ദനക്കടത്ത് സംഘമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായത്. ഗുജറാത്തിലേക്കാണ് ഇവർ ഈ ചന്ദനം കടത്തിയത്. ഈ രക്തചന്ദനത്തിന്റെ 155 മുട്ടികളാണ് പോലീസ് അവിടെ പോയി പിടിച്ചെടുത്തത്. ഗുജറാത്തിലെ പഠാനിൽ നിന്നാണ് ഈ രക്തചന്ദനമെല്ലാം തന്നെ പിടിച്ചെടുത്തത്. ഏകദേശം 4.5 ടൺ ഭാരം വരും. അതുപോലെ തന്നെ 5 കോടി രൂപയിലധികം വില വരുന്ന, വിപണി മൂല്യം വരുന്ന രക്തചന്ദനമാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് കടത്തിയ 3 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. യഥാർത്ഥ പുഷ്പരാജ് ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ ആന്ധ്രാപ്രദേശ് മേഖലയിൽ പോലീസിന് പറ്റിയിട്ടില്ല. ഇപ്പോൾ കടത്തിയ ആളുകളെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിന്റെ താഴെ തട്ടിലുള്ള കണ്ണികൾ മാത്രമാണ് പിടിയിലായിരിക്കുന്നത്. യഥാർത്ഥ നേതാക്കൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. പലപ്പോഴും പോലീസിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പിൻബലത്തിലാണ് ഈ ചന്ദനക്കടത്ത് മാഫിയ അവിടെ സജീവമായിരിക്കുന്നത്. നിലവിലേതായാലും 3 പേരെ പിടികൂടി എന്നുള്ള ഒരു വിവരമാണ് ആന്ധ്ര പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. കൂടുതൽ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി ഈ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയെന്നാണ് ആന്ധ്ര പോലീസ് വ്യക്തമാക്കുന്നത്. വലിയ ഒരു ചന്ദന കള്ളക്കടത്ത് റാക്കറ്റ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നു.